Hey guys, so let me introduce myself. I'm Hanna, a first year med student at Samarkand State Medical University, Uzbekistan. അപ്പോൾ ഇന്ന് നമുക്ക് 11:10 നമ്മുടെ അനാട്ടമി ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ആദ്യം തന്നെ നമുക്ക് ലെക്ചർ ക്ലാസ് ആയിരുന്നു. ഇന്ന് ലെക്ചർ ക്ലാസ്സിൽ നമുക്ക് യൂറിനറി സിസ്റ്റം ആയിരുന്നു പഠിക്കാനുണ്ടായിരുന്നത്. നമ്മുടെ സാർ നമ്മുടെ നോട്ടും സ്കെച്ച് ബുക്കും ഒക്കെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ 12:30 ആയപ്പോഴത്തേനും ബ്രേക്കായി. അങ്ങനെ നമുക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സോംസ കഴിക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റീൻ്റെ ബാക്കിൽ പോയി. കാരണം യൂണിവേഴ്സിറ്റിൻ്റെ ബാക്കിൽ കുറേ ഷോപ്സ് ഉണ്ട്. അങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്നാക്കായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പോവും. ഗൈസ്, നമ്മൾ സോംസ അടിക്കാൻ പോവാണ്. 10,000 സോം ഉണ്ട് കയ്യിൽ. 6,000 സോമാണ് സോംസ. സോംസ ഇൻ ദ സെൻസ് നമ്മുടെ ഇവിടെ ഉസ്ബെക്കിസ്ഥാനിൽ നമ്മുടെ നാട്ടിൽ സമൂസ ഉണ്ടല്ലോ. സമൂസേൻ്റെ ഒരു ഷേപ്പൊക്കെ ഉണ്ടെങ്കിൽ പോലും അകത്തെ ഫില്ലിങ് ചിക്കൻ, ജ്യൂസി ചിക്കൻ, മസാലയും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ചിക്കൻ വേവിച്ചിട്ട് വെക്കും, അതാണ്. പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഒക്കെയാണ്. സ്നാക്കായിട്ട് തിന്നാം. വയറ് നിറയുമോന്ന് ചോദിച്ചാൽ 6,000 സോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലൊരു 50 രൂപയ്ക്കകത്തൊക്കെ വരുമായിരിക്കും. അങ്ങനെ നമ്മൾ നടന്നു പോകുന്ന വഴിയിലൊക്കെ നല്ല നല്ല ബുക്സ് ഉണ്ട്. പക്ഷെ അതൊക്കെ ഉസ്ബെക്കിൽ റഷ്യൻ ലാംഗ്വേജിലാണ്. അപ്പം നമുക്ക് എന്താക്കുക, അതൊന്നും എടുക്കാൻ പറ്റൂല. അപ്പോൾ അതേ നോക്ക്, ഈ കാണുന്നത് അവിടെ നല്ല തിരക്കാട്ടോ. ഈ സോംസ ഷോപ്പിൽ നല്ല തിരക്കാണ്. കാരണം കുറേ സോംസ ഷോപ്പ് ഉണ്ടെങ്കിൽ പോലും എപ്പോഴും നമ്മൾ ബാക്കിൽ ചെന്ന് ആ ഫസ്റ്റ് കയറുന്ന ഷോപ്പിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ തിരക്കുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ മേടിക്കുന്ന ഷോപ്പ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് എൻ്റെ ക്യാമറ ഷേക്ക് ആവുന്നുണ്ടെന്നറിയാം. അപ്പോൾ അതേ ഇതാണ് സോംസ. നമ്മൾ ആ ട്രയാങ്കിൾ പോലിരിക്കുന്ന സാധനമാണ് സോംസ. അങ്ങനെ 1:10 ഒക്കെ ആയപ്പോഴത്തേനും നമ്മൾ അനാട്ടമി ഡിപ്പാർട്ട്മെൻറ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമുക്ക് കുറച്ച് നോട്ടും കാര്യങ്ങളൊക്കെ എഴുതാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നോട്ടും കാര്യങ്ങളൊക്കെ എഴുതി കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അങ്ങനെ ഇരിക്കുകയായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് 2:30 ഡിപ്പാർട്ട്മെൻറ്റ് ക്ലാസ് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മെഡ്കം ആയിരുന്നു. അങ്ങനെ നമ്മൾ മെഡ്കം ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇടിയും മഴയും. നമ്മൾ ഉസ്ബെക്കിസ്ഥാനിൽ വന്നിട്ട് മഴ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. സ്നോയും സ്പ്രിങ്ങും ഓട്ടം സമ്മർ എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഇടി ഉണ്ടല്ലോ, തണ്ടർ, അത് ആദ്യമായിട്ടായിരുന്നെന്നാണ് തോന്നുന്നത്. അങ്ങനെ തണ്ടറൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമുക്ക് 4:10 നമ്മുടെ മെഡ്കം ക്ലാസ് കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര മഴ. ഭാഗ്യത്തിന് ഞാൻ കുട എടുത്തത് കൊണ്ട് വലിയ ടെൻഷൻ ഇല്ലായിരുന്നു. അങ്ങനെ നല്ല മഴയും നല്ല കാറ്റും നല്ല ഇടിയൊക്കെ ആയിരുന്നു വെതർ. കാരണം ഇവിടെ ഉസ്ബെക്കിസ്ഥാനിൽ പെട്ടെന്നാണ് വെതർ ചേഞ്ച് ചെയ്യുന്നത്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റത്തില്ല എന്തായിരിക്കും ഇനി വരാൻ പോകുന്നതെന്ന്. അങ്ങനെ ഭയങ്കര മഴയൊക്കെ ആയിട്ട് എന്തോ ഭാഗ്യത്തിന് ബസ്സും കാര്യങ്ങളൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ ഹോസ്റ്റലിലേക്ക് വന്നപ്പോൾ നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു. കാരണം എന്താ പറയുക, അല്ലെങ്കിൽ ഞാൻ ഈ അനാട്ടമി ക്ലാസ്സൊക്കെ ഉള്ള ആ ഒരു ടൈമിൽ നല്ല രീതിക്ക് ടയർഡാവും. അങ്ങനെ വന്നൊരു കോഫിയൊക്കെ ഇട്ട് കുടിച്ചു. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത വ്ളോഗായിട്ട് കാണാം. ബൈ.